അവൻ ആദ്യമൊക്കെ പേ ചെയ്ത് നീ ബുക്കെന്തോ പുസ്തകമൊന്നും പറഞ്ഞ ആരെടുത്തേക്കല്ലേ. അതൊക്കെ പോട്ടെ, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഞാൻ ഇതിന്റെ പറഞ്ഞില്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞാൻ ചെയ്തു. നമുക്ക് വാഗമൺ പോവാം. ഈ ചൂടൊക്കെ എക്സാം ശരിക്കും കുറച്ച് റിലാക്സ് ചെയ്യും. വാഗമണൊക്കെ എപ്പോഴും പോകണേ. നമുക്ക് ഇപ്രാവശ്യം വയനാട്ടിൽ അതൊക്കെ പോട്ടെ, നിങ്ങൾ വീട്ടിൽ സമ്മതിക്ക്. വീട്ടിലൊക്കെ നമ്മൾ സമ്മതിപ്പിക്കാം, പക്ഷെ നമ്മളെ ബഡ്ജറ്റ് ആവും. അതൊക്കെ നമുക്ക് സെറ്റാണ് നമ്മൾ. പിന്നെന്താ, ഈ പരീക്ഷയുടെ ടെൻഷൻ ഒന്നും മാറി കിട്ടട്ടെ, അതിനല്ലേ. ഒരു കാര്യം ചെയ്യും, എന്തായാലും വൈകുന്നേരം ഓൺലൈൻ ആവും. നമുക്ക് ഓൺലൈനിൽ സംസാരിച്ച് കോൺഫറൻസിൽ സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാം. എനിക്ക് ചൂടൊന്നും തുടങ്ങിയില്ല. എനിക്ക് ചാർജ് ചൂടാണ്. സോളൊക്കെ കൂടി കാണാം. കുഴപ്പമില്ല. ഇതൊക്കെയാണോ എനിക്ക് എന്താ അതാ വരുന്നത്. എത്തിയോ? ഈ കാര്യം എനിക്ക് തോന്നുന്നു അവരും കൂടെ വരട്ടെന്നാണ്. അവര് വരൂലേ? അവര് വരുമായിരിക്കും. ഞാനും അർജുനും നേരത്തെ ഇറങ്ങി. അവര് വരാന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായം പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളപ്പം നമ്മൾ ടൂർ പോകുന്നത് എത്ര നല്ലതെന്ന് ഉറപ്പില്ലല്ലോ. നമ്മൾ താമസിച്ച് മിക്കവാറും അവരുമായിരിക്കണം നമ്മൾ കേൾക്കേണ്ടി വരും. നിങ്ങളൊക്കെ താമസിച്ച ആ ചേച്ചി ഇവിടെ താമസിച്ചേ. ഞാൻ കുറെ നേരം വീട്ടിൽ നിന്നു. ഇവിടെ അടി കൂടാതെ ആരാണ് താമസിച്ചത്? ഇവിടെ താമസിച്ചത്. അതൊക്കെ വിട്, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ടേ. അർജുൻ എന്താ അർജന്റ് ആയിട്ട് പോയെന്നാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. വന്നിട്ട് പോയപ്പോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയല്ലോ. വീട്ടിൽ പോകാൻ വിളിക്കാന്നല്ലേ പറഞ്ഞത്. വീട്ടിൽ പോയെങ്കിൽ വിളിച്ചു പറയാമെങ്കിൽ വിളിച്ചു പറയാം. എടേ, ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാ നമ്മളെ പഴയ ഹൈമാവതിയുടെ കേസ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു പെണ്ണ് വിളിച്ചില്ലേ? ഓ, അത് ഇതാ വീണ്ടും വരണം. ഇന്നലെ രാത്രി അവന്റെ അച്ഛൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കാര്യം. അപ്പൊ നമ്മൾ ടൂറ് പോണതിനെ കുറിച്ച് ഇനി ആലോചിക്കണം കുറച്ച്. ഒരു മിനിറ്റ്. ഹലോ, ആടാ, നീ പറഞ്ഞു. ഓ, നമ്മളിവിടെ ഉണ്ട്. ദാ പറഞ്ഞ വെയിറ്റ് ചെയ്യും. അർജുൻ അവൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം. അതാകുമ്പോ അവന്റെ അടുത്തും കാര്യം പറയാമല്ലോ. എന്നാ പോ.
എന്തോ നിർത്തി നീ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. സീരിയസ് കാര്യം പറയാൻ സമയത്ത് കാര്യം പറയാം. ഇന്നലെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഹൈമാവതി ഇല്ലേ, അവളെ കുറിച്ചാണ്. പക്ഷെ ഹായ് മതിയാ, അവർക്ക് ഇൻസ്റ്റ ആയിക്കണ്ട. അയ്യോ, കാര്യം പറ ചോദിച്ചതല്ലേ ഉള്ളൂ. അത് പ്രേതം ഉണ്ടാ ഹൈമാവതി? ഒരു ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയും. ഞാൻ വെച്ച് പെണ്ണാണ്. ഇനി നീ ഇനി ഇൻസ്റ്റയില് ഹൈമാവതിയെ നോക്കി പ്രേതം ഒന്നും പറഞ്ഞ് ഇനി പ്രേതം നിന്നെ ഫോളോ ചെയ്യും. സോറിടാ. പ്രേതത്തിനെ പോലും വെറുതെ വിടും. അതെ, നിനക്ക് നല്ല പേടിയാണ്. ഓ കാര്യം പറ. നമ്മൾ ടൂർ പോവില്ലേ? അതെന്താ? അവളൊരു ബ്രാഹ്മണ പെൺകുട്ടിയാണ്. സൽഗുണ സമ്പന്നരായ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൾ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും നടക്കും. ഉയർന്ന ജാതിയിലുള്ള കുടുംബമായിരുന്നെങ്കിലും അവൾക്ക് ആരോടും ഒരു വർഗീയതയോ വേർതിരിവോ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവൾ ഒരാളുമായി കണ്ടുമുട്ടുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. അയാൾ അവളെക്കാൾ താഴ്ന്ന ജാതിയിലുള്ള ആണെന്ന് അറിഞ്ഞിട്ട് കൂടിയും പൂർണ്ണ ഹൃദയത്തോടെ അവൾ അയാളെ സ്നേഹിച്ചു. പൂർണ്ണമായും രഹസ്യത്തിലായിരുന്ന ബന്ധം ഒടുവിൽ ഹൈമാവതി ധൈര്യം സംഭരിച്ച് വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആ പയ്യനെ തന്നെ വിവാഹം കഴിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അവളുടെ വീട്ടുകാർ അത് അംഗീകരിക്കാൻ ചതി പ്രയോഗിച്ച് ഹൈമാവതി പോലും അറിയാതെ അയാളെ അവർ രഹസ്യമായി വിളിച്ചു വരുത്തി. കാട് പിടിച്ചു കിടക്കുന്ന ആരും വരാത്ത ഒരു കുളക്കരയിലേക്ക് അവിടെ വെച്ച് അയാളെ ക്രൂരമായി മർദ്ദിച്ചു. ഒടുവിൽ അയാളെ കൊന്ന് ആ കുളത്തിൽ തന്നെ താഴ്ത്തി. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ ഇല്ലാതായെന്ന വാർത്ത അറിഞ്ഞ നിമിഷം ഹൈമാവതി തകർന്നുപോയി. ഹൃദയം തകർന്ന അവൾ ഒടുവിൽ അവസാനം തന്നെ കാമുകനെ കൊലപ്പെടുത്തി അതേ കുളത്തിലേക്ക് ചാടി ജീവനൊടുക്കി. ആ കുളവും കാടും ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? അല്ല അർജുൻ, കാര്യങ്ങൾ അങ്ങനെ സില്ലിയായിട്ട് എടുക്കല്ലടാ. കഴിഞ്ഞ ആഴ്ചയല്ലേ സുരേഷേട്ടും കവല വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു രൂപം? അത് ഹൈമാവതിയുടെ ആണെന്നല്ലേ പറയുന്നത്? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അല്ല, എനിക്കൊരു സംശയം. ഹൈമാവതി ആത്മഹത്യ ചെയ്തത് ഹൈമാവതിക്ക് ആത്മഹത്യയാണെന്ന് ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ്. അവളുടെ കാമുകൻ മരിച്ചു പോയി എന്ന മനോവിഷമത്തിലാണ് അവൾ ആത്മഹത്യ ചെയ്തത്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. പക്ഷെ ഈ ഹൈമാവതി എന്ന് പറയുമ്പം അവള് എല്ലാവരുടെ അടുത്ത് ഇണങ്ങി എല്ലാവരുമായിട്ട് കൂട്ടായി എന്ന് പറഞ്ഞാൽ ആരെയും ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ ഒരേപോലെ കണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. അങ്ങനെയുള്ള അവള് മരിച്ചതിന് ശേഷം എന്തിനാണ് ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്നത്? അങ്ങനെ ഉപദ്രവിക്കാൻ വല്ല കാരണമുണ്ടാകും. ഇപ്പം അവള് മരിച്ച് അവളുടെ സ്നേഹം കിട്ടിയില്ല, ഓക്കെ ശരി. പക്ഷെ അവളുടെ വിഷമത്തിന് നമ്മള് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ എന്ത് കാരണം? അത് വേറെ വല്ല റീസൺ ഉണ്ടോ? ചിലപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? നമുക്ക് പുറത്തോട്ട് പോകാൻ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? അതാവുമ്പോ ബാക്കിയുള്ളവർക്ക് പറയുന്നത് നമുക്ക് മനസ്സിലാവൂല്ലോ. എടാ, ഈ അടുത്ത് മുക്കുമൂലി അറിയാന്നുള്ളതല്ലേ ഓട്ടക്കാരന്മാര്? നമുക്ക് അവരോട് ചോദിച്ചാലോ? അത് പോയിന്റ് ആണ്. അപ്പൊ അങ്ങോട്ട് പോവാം.
കണ്ടൻസിറ്റി ഇതാണ് വീടെന്ന് തോന്നുന്നു. ആ ഇതാണ് വീട്. പക്ഷെ ഇവിടെ ആരും കാണില്ല. വിളിച്ചു നോക്കാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? മാധവ മാമാ. ആ ഉണ്ട്. എന്താ? മാമ, ഈ ഹൈമാവതിയെ പറ്റി എന്തെങ്കിലും അറിയാമോ? അല്ല, ഞങ്ങൾ വരുന്ന വഴിയിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരാ പറഞ്ഞേ മാധവൻ എന്നൊരാളുണ്ടെന്നും പുള്ളിയോട് ചോദിച്ചാൽ ഹൈമാവതിയെ പറ്റി പറഞ്ഞു തരുമെന്ന്. അറിയാം, പറയാം. നിങ്ങൾ അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്? അല്ല മാമ, നമുക്കിത് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ചെറിയ കൗതുകം മാത്രമാണ്. അങ്ങനെ കൗതുകത്തെ കുറിച്ച് അറിയേണ്ട കാര്യമല്ല അത്. എന്നാലും പറയാം. ഹൈമാവതി കോളേജിലും മറ്റാവശ്യങ്ങൾക്കെല്ലാം എൻ്റെ വണ്ടിയിൽ കൊണ്ടിരുന്നത്. എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. വേറെ വണ്ടിയിലും പോവില്ല. അല്ല അമ്മ, ഈ പുറത്തുനിന്ന് വന്ന കുടുംബമല്ലേ? അപ്പൊ ഹൈമാവതി മരണമായിട്ട് ആ കുടുംബത്തിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹൈമാവതിയുടെ മതത്തെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല. പുറത്തുനിന്നുള്ളവരെ കുറിച്ച് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമില്ല. ശരിയാ, നമ്മളെന്നാ ഇറങ്ങി.